വെൽക്കം ടു ഹൗസ് ഓഫ് ടേസ്റ്റ്. ഇന്നത്തെ പ്രിപ്പറേഷൻ വരുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 8 സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. മല്ലിയില പുതിനയില ചെറുതാക്കി നുറുക്കുക. പച്ചമുളക് 6 എണ്ണം ചെറുതാക്കി സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്. ഇനി ഹൈദരാബാദ് മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പട്ട, പെരിഞ്ചീരകം, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള എല്ലാവിധ മസാലകളും ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. മുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഇറച്ചി കഴുകി വാര വെച്ച് അത്യാവശ്യം വലുപ്പത്തിൽ നുറുക്കി വെച്ചതുണ്ട്. അതിനകത്തോട്ട് ഈ മസാലപ്പൊടി ചേർക്കുക, തൈര് ചേർക്കുക, ഒരു ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുക, മല്ലിയില, പുതിനയില, പിന്നെ ഒരു സവാള നമ്മൾ വഴറ്റി ബ്രൗൺ കളറായിട്ട് മാറ്റി വെച്ചതിലേക്ക് ഒരു ഭാഗം എടുത്തിട്ട് ഈ മാരിനേറ്റ് ചെയ്യാനുള്ള ഇറച്ചിയുടെ കൂട്ടത്തിൽ വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ആ സമയം മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ ബിരിയാണി പോട്ടിൽ തിളച്ച വെള്ളം ഒഴിച്ച് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുക. പട്ട, ബേ ലീവ്സ്, പിന്നെ ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ അരി അതിനകത്തോട്ട് ഇട്ടിട്ട് വേവിക്കാനായിട്ട് ഇടുക. മൂടി വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി നോക്കുക. അപ്പോൾ അധികം വേവാത്ത രീതിയിൽ അധികം വെന്തുടയാതെ മാറ്റി വയ്ക്കുക. പ്രഷറിൽ ആ ചൂടിൽ ഒന്നും കൂടെ നന്നായിട്ട് വേവുന്നത് കൊണ്ട് ചോറ് എപ്പോഴും നല്ല പാകത്തിന് വേവിച്ച് മാറ്റി വെക്കേണ്ടതാണ്. ആ സമയം നമുക്ക് ചിക്കൻ വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ചിക്കൻ 2 സൈഡ് മറിച്ച് നല്ല വറുത്ത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കാഷ്യൂ, കിസ്മിസ് ഇതും മാറ്റി വയ്ക്കുക. നെയ്യിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന ഗ്രേവിയിലേക്ക് ഞാൻ അരി ചേർത്ത് ദം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ചോറിട്ടു, പിന്നെ ചിക്കൻ്റെ പീസ് ഇട്ടു, അതിൻ്റെ മുകളിൽ മല്ലിയില, സവോള വറുത്തത്, പുതിനയില, മല്ലിയില, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് വറുത്തത് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം വീണ്ടും ബാക്കി വരുന്ന റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ഹൈദരാബാദ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക.